പ്രിയമുള്ളവരെ, ഈ ഉത്സവകാലത്ത് വിമാന സർവീസുകളൊക്കെ ഒരുപാട് മുടങ്ങുന്നുണ്ട്. എന്താ കാരണം? മഴയാണ് കാരണമെന്ന് വിമാന കമ്പനി അധികൃതർ പറയുന്നു. വിമാന സർവീസുകൾ തുടർച്ചയായി വൈകുന്നതിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് കൊച്ചി എയർപോർട്ട്. സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നു സിയാൽ. സർവീസുകൾ കൃത്യമായി നടത്തണമെന്നാണ് നിർദ്ദേശം. ഇല്ലെങ്കിൽ അനുവദിച്ച സ്ലോട്ട് പിൻവലിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, മഴയായതുകൊണ്ട് ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ ഡൽഹിയിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇത് മഴയായതുകൊണ്ട് മാത്രമല്ല, അതല്ലാതെയും ഈ ഉത്സവകാലത്തൊക്കെ ഫ്ലൈറ്റുകൾ വൈകിപ്പിക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, പലതരം തർക്കങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇത് സ്പൈസ് ജെറ്റിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. സിയാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ കമ്പനി അധികൃതരെയും വാൺ ചെയ്യാനാണോ സിയാലിൻ്റെ നീക്കം? ഡോക്ടർ അരുൺകുമാർ, സ്പൈസ് ജെറ്റിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു പാസഞ്ചർ അഡ്വൈസറി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് പുറത്തിറക്കിയതാണ്. അതിന്റെ സാഹചര്യം ഈ മാസം 1 മുതൽ സ്പൈസ് ജെറ്റിന്റെ കാര്യത്തിൽ വ്യാപകമായി സർവീസുകൾ വൈകുന്നു, ചിലത് റദ്ദാക്കപ്പെടുന്നു. മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്യുന്നത് യാത്രക്കാരെ വലിയ തോതിൽ ദുരിതത്തിലാക്കുന്നു. എയർപോർട്ട് അധികൃതർക്ക് ഇത് വലിയ തലവേദനയാകുന്നു. ഇതിനെ തുടർന്ന് സ്പൈസ് ജെറ്റിന്റെ കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് പുറത്തിറക്കാൻ സിയാൽ തയ്യാറായി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇങ്ങനെ വ്യാപകമായി വൈകുന്നതിലെ പരാതി വലിയ തോതിൽ ഉയർന്നതോടുകൂടി സ്പൈസ് ജെറ്റ് ഒരു വിശദീകരണ കുറിപ്പിറക്കി. അതിൽ പറഞ്ഞിരുന്നത് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് കൊച്ചിയുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടത്, തടസ്സം നേരിട്ടത് എന്നായിരുന്നു വിശദീകരിച്ചത്. പക്ഷേ ആ കാര്യത്തിൽ സിയാൽ മറുപടിയായി പറഞ്ഞത് മറ്റ് എയർലൈൻ സർവീസുകൾക്കില്ലാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ സ്പൈസ് ജെറ്റിന്റെ കാര്യത്തിൽ മാത്രം സ്പെഷ്യലായി ഉണ്ടായി. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതേ കാലാവസ്ഥ പ്രശ്നം മറ്റ് എയർലൈൻ സർവീസുകൾക്കും ഉണ്ടാകണ്ടേ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. എന്ന് വെച്ചാൽ സ്പൈസ് ജെറ്റിൻ്റേത് മാത്രമായി ചില അധിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ അത് സിയാലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. യാത്രക്കാരുടെ കാര്യത്തിൽ അവരുടെ യാത്ര സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം ഉണ്ടാകുന്നു, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അത് കൈകാര്യം ചെയ്യുന്നത് വലിയ പ്രയാസം ഉണ്ടാകുന്നു എന്നതാണ് സിയാൽ പറയുന്നത്. അതിന്റെ ഭാഗമായി യാത്രക്കാർക്ക് ഒരു അഡ്വൈസറി പുറത്തിറക്കി. അതിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി നിങ്ങൾ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അത് മുൻകൂട്ടി അതിന്റെ കാര്യങ്ങൾ കൃത്യമായി അറിയാൻ ശ്രമിക്കണം എന്നുകൂടി പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു നോട്ടീസ് കൂടി സിയാൽ സ്പൈസ് ജെറ്റിന് കൊടുക്കുന്നത്. കൃത്യമായി സർവീസുകൾ ഇല്ലെങ്കിൽ സ്ലോട്ടുകൾ പിൻവലിക്കുന്ന അടക്കമുള്ള കർശന നടപടികളിലേക്ക് പോകും. അതുകൂടാതെ ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന നിലയ്ക്ക് വിമാനത്താവളം ഉപയോഗിക്കുമ്പോൾ നൽകേണ്ട സേവന തുകയുടെ കാര്യത്തിൽ കുടിശ്ശിക ഉണ്ടെന്നും പറയുന്നു. സിയാൽ തന്നെ നോട്ടീസ് കൊടുത്തു. പറപ്പിക്കുന്നെങ്കിൽ ശരിയായ സമയത്ത് പറപ്പിക്കണം, ഇല്ലെങ്കിൽ ചേട്ടൻ പറപ്പിക്കണ്ട എന്നാണ് സിയാൽ കൊടുത്ത നോട്ടീസിന്റെ അർത്ഥം.